മനുഷ്യന് അവസാനിക്കാത്തൊരു കാലം എന്താണ്? അത് പരീക്ഷാകാലമാണ്. ജീവിത പരീക്ഷണങ്ങളായി, മറ്റ് ക്ലാസ് റൂമിലെ പരീക്ഷകളായി ഈ പരീക്ഷ നമ്മുടെ മരണം വരെ തുടർന്നുകൊണ്ടിരിക്കും. ഈ പരീക്ഷയിൽ സക്സസ്ഫുൾ ആവാൻ വേണ്ടി നമുക്ക് വേണ്ട ഏറ്റവും വലിയ അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലേണിംഗ് ആണ്, പഠിക്കുക എന്നുള്ളതാണ്. പഠിക്കാതെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മരണശേഷമുള്ള മനുഷ്യൻ്റെ രൂപമാണ്. പഠിക്കൽ വളരെ നിർബന്ധമാണ്. നമ്മുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പലതും നേടിയെടുക്കണമെങ്കിലും നമ്മൾ ഓരോ കാലഘട്ടവുമായി പൊരുത്തപ്പെടണമെങ്കിലും പഠിക്കുക എന്നുള്ളത് വളരെ നിർബന്ധമാണ്. അപ്പോൾ നമുക്ക് പഠനത്തെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പാസീവായി, ഒരു നോക്കുകുത്തിയായി നിന്ന് കാണാതെ അതിലൊരു ആക്റ്റീവ് പാർട്ടിസിപ്പൻ്റായിട്ട്, ഒരു ആക്റ്റീവ് ലേണിംഗ് ആക്കി മാറ്റാൻ വേണ്ടി നമ്മൾ അനുവർത്തിക്കേണ്ട ഒരു 6 ആറുകളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാൻ പോകുന്നത്. ഇംഗ്ലീഷിലെ R എന്ന് പറഞ്ഞ ആൽഫബറ്റുകളോട് തുടങ്ങുന്ന 6 കാര്യങ്ങൾ. ഒന്നാമതായി പഠനത്തിൽ നമുക്കറിയാം, അതിന് പഠനം എന്ന് പറയുമ്പോൾ ഒരു നമുക്ക് അജ്ഞാതമായതും നമുക്ക് അറിയുന്നതിൽ അപ്ഡേറ്റ് ചെയ്തതുമായിട്ടുള്ള ഒരു ഇൻഫർമേഷനെ നമ്മുടെ ബ്രെയിനിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഒരു സോഴ്സ് കണ്ടെത്തണം. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ആറായിട്ടുള്ള റീഡിങ് ആണ്. റീഡ്. പുസ്തകങ്ങൾ വായിക്കാം. PDF രൂപത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ടാബ്ലറ്റിലോ നിങ്ങളുടെ ലാപ്ടോപ്പിലോ വേണം നിങ്ങൾക്ക് വായിക്കാം. ഇനി ഓഡിയോ രൂപത്തിലാണെങ്കിൽ ഓഡിയോ ബുക്കുകളായിട്ട് നിങ്ങൾക്ക് കേൾക്കാം. അങ്ങനെ എന്തൊക്കെ രീതിയിൽ നിങ്ങൾക്ക് റീഡ് ചെയ്യാൻ പറ്റുമോ റീഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നിങ്ങളൊരു കാര്യം പഠിച്ചുകൊണ്ടിരിക്കുമ്പം പഠിക്കുമ്പോൾ നിങ്ങളുടെ തലയിലൊരു ഇമാജിനേഷൻ ഫോം ചെയ്യും. ഒരു പഠിച്ച കാര്യത്തിനനുസരിച്ച് നിങ്ങളെ ലൈഫുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് പല കാര്യങ്ങളും രൂപപ്പെടുത്താൻ പറ്റും. അതാണ് റിഫ്ലക്റ്റ് ചെയ്യുക എന്നുള്ളത്. പഠിച്ചതൊന്ന് നിങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യുക. അപ്പോഴേ നമ്മുടെ തലച്ചോറിലേക്ക് അത് കൂടുതൽ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പഠിച്ചതിന് ആക്റ്റീവായിട്ട് ഉപയോഗപ്പെടുത്തുകയാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ അതിനെക്കുറിച്ച് റിഫ്ലക്റ്റ് ചെയ്യാം. എന്നിട്ട് റെക്കോർഡ് ചെയ്യാം. ഇപ്പം ഞാനൊക്കെ പലപ്പോഴും പല പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പം ഈ ഗൂഗിൾ ഡോക്സിൽ ഓരോ ഷോർട്ട് നോട്ട്സ് എഴുതി വെക്കും. ഈ ഷോർട്ട് നോട്ട്സാണ് എനിക്ക് പലപ്പോഴും നമ്മൾ ലൈവൊക്കെ വരുമ്പോഴും പല വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുമ്പോഴും അതിനൊക്കെ വലിയ അസറ്റുകളായിട്ട് മാറുന്നത്. അപ്പോൾ അത് റെക്കോർഡ് ചെയ്ത് വെക്കാം. അത് എഴുതിയ രൂപത്തിലാണ് അങ്ങനെ ചെയ്യാൻ വേണ്ടി വോയിസ് രൂപത്തിലാണെങ്കിൽ അങ്ങനെ റെക്കോർഡ് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് ഏതാണോ ഉചിതം ആ രീതിയിൽ നിങ്ങളത് റെക്കോർഡ് ചെയ്ത് വെക്കാം. നമ്മൾ റിലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ബ്രെയിൻ എപ്പോഴും നമ്മുടെ ഉള്ളിലുള്ള ഒരു എക്സിസ്റ്റിംഗ് നോളജുമായിട്ട് പുതുതായിട്ട് വരുന്ന നോളജുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്യാനുള്ള പ്രവണത ഓൾറെഡി ഉണ്ടാവും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ റിലേറ്റ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ പല കാര്യങ്ങളും പഠിച്ചു വെക്കാനൊക്കെ നമ്മൾ അറിയുന്ന ഒരു കാര്യവുമായിട്ട് അതിൻ്റെ റിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാര്യം ഓർത്തെടുക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ അത് റിട്രീവലാണ്. നമ്മുടെ തലച്ചോറിൽ നമ്മൾ പല മെമ്മറിയുടെ പല സ്റ്റേജുകളും കടന്ന് ഷോർട്ട് ടേം മെമ്മറി, ലോങ് ടേം മെമ്മറി ഒക്കെ കടന്ന് അവിടെയൊക്കെ സ്റ്റോർ ചെയ്ത കാര്യത്തെ പുറത്തെടുക്കുക എന്നുള്ളതാണ്. അതുപോലെ നമുക്ക് മറ്റുള്ളവരെ പഠിപ്പിച്ച് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ യൂട്യൂബ് വീഡിയോസൊക്കെ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമായിട്ട് നിങ്ങൾക്ക് മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊക്കെ കൊച്ചു അറിവിൻ്റെ നുറുങ്ങുകളായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അങ്ങനെ നിങ്ങൾ ഇതിനെ റിട്രീവ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അടുത്ത് ചെയ്യാനുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു പഠനം ഒരൊറ്റ സ്റ്റെപ്പിൽ അവസാനിച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അന്ന് പഠിച്ച് വിറ്റേന്നേക്ക് അത് മറന്നിട്ടുണ്ടാവും. ഈ കാര്യം ഒന്നുകൂടി സ്ഥിരമാക്കി എടുക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് റിപ്പീറ്റേഷനാണ്. ആവർത്തനങ്ങൾ, റിവ്യൂ അതും ചെയ്യാന്നുള്ളതാണ്. പല തവണകളിലായിട്ട് നമ്മുടെ തലച്ചോറിൽ ഈ ഒരു അറിവ് നല്ല സ്റ്റേബിളായിട്ടുള്ള ഒരു നോളജായിട്ട് റെക്കോർഡ് ചെയ്യുന്നത് വരെ നിങ്ങളതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പല ദിവസങ്ങളിലായിട്ട്, പല മാസത്തിലെ പല തവണകളിലായിട്ട്, വർഷത്തിൽ പല തവണകളിലായിട്ടൊക്കെ റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെ നിങ്ങൾ പഠനത്തെ ഏറ്റവും നല്ലൊരു ആക്റ്റീവ് സ്പിരിറ്റാക്കി നിങ്ങൾ മാറ്റുക. ഓക്കെ, ബൈ.